2025 PSC പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് കൂടുതലായിട്ട് ചോദിച്ചൊരു പ്രധാന ഭാഗമാണ് 70ാമത് നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമായിട്ടുള്ള അവാർഡാണ് 70ാമത് നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ടാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഒരുപാട് വിവാദങ്ങളൊക്കെ അതിന് പുറകെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാറ്റഗറി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം തന്നെ മികച്ച ചിത്രം അല്ലേ, നമ്മളൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ചിത്രമാണ് 12th ഫെയിൽ എന്ന് പറയുന്നത്. വിനോദ് ചോപ്ര എന്ന് പറയുന്ന സംവിധായകനാണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മികച്ച ചിത്രമാണ് 12th ഫെയിൽ എന്ന് പറയുന്നത്. ഇനി മികച്ച നടൻ ഒന്ന് ഷാറൂഖ് ഖാനാണ്, ചിത്രം ജവാനാണ്. അതുപോലെ വിക്രാന്ത് മാസി, നേരത്തെ പറഞ്ഞ 12th ഫെയിലിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിക്കും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച നടി റാണി മുഖർജിയാണ്. ചിത്രത്തിൻ്റെ പേര് മിസിസ് ചാറ്റർജി ആൻഡ് നോർവേ എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകൻ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായിട്ടുള്ള ഒരു അവാർഡാണ്. എന്നാൽ കൂടി നമുക്ക് ആ ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് നമുക്കിത് പഠിക്കാം. മികച്ച സംവിധായകൻ ആരാണ്? സുദീപ്തോ സെൻ ആണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡാണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു അവാർഡ് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അധികം ചോദിക്കാറില്ല. പക്ഷേ ഇത്തവണ ആ കാറ്റഗറി ലഭിച്ചത് 2 മലയാളികൾക്കാണ്. അതായത് മികച്ച സഹനടനും മികച്ച സഹനടിയും ഇത്തവണ ലഭിച്ചത് 2 മലയാളികളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷകൾ അത് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. മികച്ച സഹനടി ഊർവശിയാണ്, ചിത്രം ഉള്ളൊഴുക്ക്. മികച്ച സഹനടൻ വിജയരാഘവൻ, ചിത്രം പൂക്കാലം. അടുത്തത് മികച്ച എഡിറ്റിംഗ്, അത് ലഭിച്ചത് മിഥുൻ മുരളി എന്ന് പറയുന്ന മലയാളിക്കാണ്, ചിത്രം പൂക്കാലം. മികച്ച തിരക്കഥ സായ് രാജേഷ് നീലം, ചിത്രം ബേബി. ഇനി മികച്ച ചിത്രം 12th ഫെയിലാന്ന് പറഞ്ഞു. മികച്ച മലയാള ചിത്രമാണ്, ഓരോ ഭാഷയിലെയും മികച്ച ചിത്രങ്ങളെ സെലക്ട് ചെയ്യാറുണ്ട്. മികച്ച മലയാള ചിത്രമാണ് ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. മികച്ച തമിഴ് ചിത്രമാണ് പാർക്കിംഗ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പഠിച്ചിരിക്കേണ്ടത്. ഈ കാറ്റഗറിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.